യൂസ് ചെയ്യണ ആ ഫ്രോഗ് തന്നെ കേട്ടാ. ഏതാ നമ്മുടെ ബ്രാഹലാണേ ക്വാളിറ്റിയിലുണ്ട്. ഓക്കെ, അടിപൊളി സാധനം കേട്ടാ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ആദ്യത്തെ 2-3 മിനിറ്റ് ജസ്റ്റ് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഓരോ സ്പോട്ടിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് കാണുന്നവർ ചോദിക്കുന്നത് എങ്ങനെ ഇത് പിടിക്കണം, എങ്ങനെ ഇതിൻ്റെ പ്രൊസീജിയർ, എന്താ യൂസ് ചെയ്യണമെന്നൊക്കെ. അപ്പോൾ നമ്മൾ ഈ സ്നേക്ക് ഹെഡ് പോലത്തെ മീനുകൾ, ചെറുമീൻ, വരാൽ അതൊക്കെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യണത് ഫ്രോഗ് ലൂറാണ്. നമ്മൾ ഇങ്ങനത്തെ ഒരു ഫ്രോഗ് ലൂറാണ് അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യണം. കാരണം ഇത് ഇപ്പോൾ നമ്മൾ ഇങ്ങനെ അതിൻ്റെ വായിലിരുന്ന് അത് ബൈറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഇത് പ്രസ് ആകുമ്പോൾ മാത്രമേ ഈ ഹുക്ക് ഓപ്പൺ ആവുള്ളൂ. നമ്മൾ ഇതിന് പകരം നമ്മൾ ഓപ്പൺ ഹുക്കായിട്ടുള്ള ലൂറാണ് യൂസ് ചെയ്യണമെങ്കിൽ ഈ ബ്രാല്, ചെറുമീൻ പോലത്തെ മീനുകൾ കൂടുതലും കാണപ്പെടുന്നത് പുല്ല്, പായൽ അതിൻ്റെയൊക്കെ സൈഡിലുള്ള വെള്ളക്കെട്ടിലായിരിക്കും ബ്രാലും ചെറുമീനൊക്കെ കൂടുതൽ കാണപ്പെടുന്നത്. കാരണം ആ പായലിൻ്റെ പൊക്കത്ത് വന്നിരിക്കുന്ന ചെറിയ പ്രാണിയാണ് അവളക്കുഞ്ഞ്, അതിനെയൊക്കെ അടിക്കാൻ വേണ്ടിയാണ് അവിടെ വന്ന് നിൽക്കണത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രോഗ് ലൂറാണ് യൂസ് ചെയ്യണം. പക്ഷേ ഓപ്പൺ ഹുക്കായിട്ടുള്ള വേറെ ലൂറുകളാണ് യൂസ് ചെയ്യണമെങ്കിൽ എറിയാൻ നേരത്ത് പായലില്ല, പുല്ലിലൊക്കെ ഉടക്കും. അപ്പോൾ നമുക്ക് തിരിച്ച് വലിക്കാൻ പറ്റൂല, ഉടക്കി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി യൂസ് ചെയ്യണം ഫ്രോഗ് ലൂർ. ഈ ഫ്രോഗ് ലൂർ തന്നെ കുറേ മോഡലുണ്ട്. ഹാൻഡ് മെയ്ഡ് ലൂറുണ്ട്. ഇത് ഇപ്പോൾ സാധാ ഒരു ലോക്കൽ ഫ്രോഗാണ്, ലുക്കാനയുടെ നോവ ജൂനിയർ എന്ന് പറയുന്ന ഫ്രോഗാണ്. അപ്പോൾ ഇതിന് റേറ്റ് കുറവാണ്. ഹാൻഡ് മെയ്ഡ് എന്ന് പറയുമ്പോൾ റേറ്റ് കൂടുതലാണ്. ഒരു 400 തൊട്ടായിരിക്കും സ്റ്റാർട്ടിങ് നല്ല ഹാൻഡ് മെയ്ഡ് ലൂറിൻ്റെയൊക്കെ. നമ്മൾ യൂസ് ചെയ്യണത് ഇതാണ്. എല്ലാ ഫ്രോഗിലും മീനടിക്കും. ഇപ്പോൾ ഹാൻഡ് മെയ്ഡ് ലൂറാണെങ്കിൽ പെട്ടെന്ന് കീറി പോകാനൊന്നും ചാൻസില്ല. ഇപ്പോൾ ഇത് നിങ്ങൾ കണ്ടറിയാം, മീനടിച്ചിട്ട് ഇതേ കീറിയേക്കണതാണിത്. ഹാൻഡ് മെയ്ഡ് ലൂറാണെങ്കിൽ പെട്ടെന്ന് കീറി പോവില്ല. ഇവിടെ ഡെമോ കാണിച്ചിട്ട് അത് ഇവിടെ ഒരു ഹാൻഡ് മെയ്ഡ് ലൂറ് ഞാൻ എടുത്തിട്ടുണ്ട്. ആവോൻ്റെ മോട്ടോസ്റ്റോ എന്ന് പറഞ്ഞാൽ ഹാൻഡ് മെയ്ഡ് ലൂറാണ്. ഹാൻഡ് മെയ്ഡ് ലൂറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതെ സ്പിന്നർ ഉണ്ടാവും. അപ്പോൾ ഇത് വേറെ ആക്ഷനാണ്. വെള്ളത്തിൻ്റെ പൊക്കത്തോട് ഇങ്ങനെ വരുമ്പോൾ വേറെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഭയങ്കര മീനടിച്ചാൽ ഹുക്കപ്പായിരിക്കും, പെട്ടെന്ന് തന്നെ ഹുക്കപ്പായിരിക്കും. വരാല്, ചെറുമീൻ പോലത്തെ മീനുകൾ അതിൻ്റെ ജീവനുള്ള എന്ത് സാധനമാണ് അതിൻ്റെ വായിൽ ഒതുങ്ങണം, അതിനടിക്കും. അപ്പോൾ നമ്മ ഇത് ചുമ്മാ എറിഞ്ഞിടാൻ മാത്രമല്ല, എറിഞ്ഞിട്ട് പയ്യനെ റിട്രീവ് ചെയ്യും. റിട്രീവ് ചെയ്യുമ്പോൾ ഒരു ജീവനുള്ള തവള ഇങ്ങനെ ചാടി വന്നോട്ട് വെള്ളത്തിൽ കൂടെ ചാടി വരും. നമ്മൾ ചെറിയൊരു ആക്ഷൻ കൊടുക്കും. ഇങ്ങനെ സ്പിന്നർ ഇല്ലാത്ത ഫ്രോഗ് ആണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒരു ടിപ്പിൽ ഒരു ആക്ഷൻ കൊടുത്ത്, സ്പിന്നറുള്ള ഫ്രോഗാണ് ചുമ്മാ വലിച്ചത്, സ്പിന്നർ കറങ്ങുമ്പോൾ തന്നെ ഒരു ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ മീനുകളെ സംബന്ധിച്ച് ഇതൊരു ലൂറല്ല, അതിൻ്റെ ഭക്ഷണമാണ്. അതിൻ്റെ ആക്ഷൻ കണ്ടിട്ട് വന്ന് പൊട്ടിക്കും. അപ്പോൾ ഇത് പൊട്ടിക്കുമ്പോൾ മാത്രമാണ് ഇത് പ്രസ് ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ വായിലായിരിക്കും ഹുക്ക്. അങ്ങനെയാണ് ഇത് നമ്മൾ പിടിക്കണം ബ്രാലിനെ. അപ്പോൾ ബ്രാലിനെ പിടിക്കാൻ പറ്റിയ സ്പോട്ട് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പോണ സ്പോട്ടിൽ തന്നെ നിങ്ങൾക്ക് പോകണമെന്നില്ല. നിങ്ങളുടെ അവിടെ ലൊക്കേഷനുള്ള പാടത്തിൻ്റെ അരികെ ചേർന്നിട്ടുള്ള ചെറിയ തോടാ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെറിയ ചാല, ഈ പാടത്ത് മറ്റേ പണ്ട് കൃഷിക്കൊക്കെ വാനം കീറും, ചാലൊക്കെ കീറും, അങ്ങനത്തെ സ്ഥലത്തും ബ്രാലൊക്കെ ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള സ്പോട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക. പിന്നെ പായൽ കൂടിയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ അത്യാവശ്യം വലിയ ഫ്രോഗ് ഇട്ട് എറിയുക. അപ്പം വലിയ ഫ്രോഗ് ആകുമ്പോൾ നല്ല അനക്കം ഉണ്ടാകുമ്പോൾ തന്നെ ആ മീൻ പെട്ടെന്ന് സ്പോട്ട് ചെയ്യും. പിന്നെ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ട്രൈ ചെയ്തിട്ട് കിട്ടും. മീൻ കിട്ടാണ്ടെങ്കിലും പോവില്ല, എന്തായാലും സ്ട്രൈക്ക് കിട്ടും, അത് 100% ഉറപ്പാണ്. എല്ലാ ഫ്രോഗിലും അടിയും കിട്ടും. അപ്പോൾ ഈ ഹാൻഡ് മെയ്ഡ് ലൂർ ആകുമ്പോൾ നമുക്ക് ഹുക്കപ്പ് അത്രയും സ്ട്രെയിൻ ചെയ്ത് കൊടുക്കണ്ട. ഈ ലോക്കൽ ഫ്രോഗിൽ കൊടുക്കണം. ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് അടിക്കുമ്പോൾ തന്നെ ചെറിയ ടെൻഷനിൽ തന്നെ ഹുക്കപ്പ് ആയിക്കോളും. പിന്നെ ഹുക്കപ്പ് കൊടുക്കാൻ നേരത്ത് ജസ്റ്റ് ബ്രൈഡ് ടൈറ്റ് ചെയ്യുക, ഹുക്കപ്പ് കൊടുക്കുക. മീൻ അടിച്ചെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ജസ്റ്റ് റിട്രീവ് ചെയ്യുക, ബ്രൈഡ് ടൈറ്റ് ചെയ്യുക, ഹുക്കപ്പ് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ എറിയാൻ നേരത്ത് ബാക്കിൽ നിൽക്കണ ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കുക, അവരുടെ അടുത്ത് മാറിയിരിക്കാൻ പറയണം. പിന്നെ പുതിയതായിട്ടൊരു സ്ഥലത്താണ് പോകണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാണ്ട് നോക്കുക, കൂടെ ആരെങ്കിലും ഉണ്ട് അവരെ കൂട്ടി പോകുക. കാരണം അറിയാൻ പാടില്ലാത്ത സ്ഥലമാണ്. അങ്ങനെ കാട് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണമെങ്കിൽ ഒരാളെയും കൊണ്ടുപോകാം, അല്ലെങ്കിൽ ബൂട്ടൊക്കെ ഇട്ട് മാക്സിമം നോക്കി തന്നെ പോവാം. കാരണം പാടമാണ്, പാമ്പുണ്ടാവും, വേറെ എന്ത് വേണമെങ്കിലും കാണാം. പിന്നെ മാക്സിമം കവർ ചെയ്തിട്ട് പോകാം. പുല്ലൊക്കെ ചിലവർക്ക് അലർജി ഉണ്ടാവും. അപ്പം ഞാനിപ്പോൾ എപ്പോഴും റെയിൻകോട്ട് ഇട്ടാണ് പോകുന്നത്, മഴയില്ലെങ്കിൽ. അപ്പം നമുക്ക് മേത്തൊന്നും ആവില്ല. പിന്നെ ബൂട്ടും എപ്പോഴും യൂസ് ചെയ്യാറ്. ഞാനെപ്പോഴും ഒറ്റക്കാണ് പോകാറ് കൂടുതലും. ഇതൊരു ഹാൻഡ് മെയ്ഡ് ലൂറാണ്. ഇത് ബ്രാവോൻ്റെ മോട്ടോസ്റ്റോ എന്ന് പറഞ്ഞൊരു മോഡലാണ്. 2 സ്പിന്നറൊക്കെ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ സാധാരണ ഒരു ലോക്കൽ ഫ്രോഗ്, ലുക്കാനയുടെ ഒരു നോവ ജൂനിയർ എന്ന് പറഞ്ഞ ഫ്രോഗ്. ഇപ്പോൾ രണ്ടിലും മീനടിക്കും എന്നുള്ളതല്ല, കാരണം ഇത് ഭയങ്കര സോഫ്റ്റാണ്. ഇതിന് റേറ്റും കൂടുതലാണ്. ഇത് 495 രൂപ എന്തോണ്. പക്ഷേ ഇതേ സമയം നമ്മൾ ഈ യൂസ് ചെയ്യണ ഫ്രോഗ് 150 രൂപയുള്ളൂ. ഫ്രോഗ് ലൂർസാണ് മീനെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്യണത്. വരാലും ചെറുമീനും വേണ്ടിയിട്ടുള്ളത്. ഇങ്ങനത്തെ വന്നത് ഹാൻഡ് മെയ്ഡ് ലൂർസ് ആണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും. ഹുക്കപ്പ് റേഷ്യോ കൂടുതലായിരിക്കും. ഇവിടെ ഫ്രോകാസ്റ്റിങ്ങിനാണ് വന്നത്. പക്ഷെ വന്നപ്പോൾ തന്നെ ഇവിടെ ഭയങ്കര കലക്കാറുന്നു. അപ്പോൾ നമ്മൾ സ്ലിംഗ് ഷോട്ട് സെറ്റ് ചെയ്തിട്ട് ഓരത്തിന് അടിച്ചെടുത്തിട്ടുണ്ടേ. നമുക്കിത് ക്യാമറ സെറ്റ് ചെയ്യാൻ പോലും ടൈം തന്നില്ല കേട്ടോ. ഇവിടെ പൊങ്ങി നമ്മൾ നേരെ സ്ലിംഗ് ഷോട്ട് സെറ്റ് ചെയ്യുന്നു. ഹാൻഡ് ഗാർഡ് പോലും കിട്ടിയില്ല, നേരെ അടിച്ച്.
ബ്രാലിനെ കണ്ടപ്പോൾ തന്നെ അടിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെ കുഴപ്പമില്ലാത്തൊരു വരാൽ കിട്ടിയിട്ടുണ്ട്. ഈ സ്പോട്ട് കണ്ടോ, അടിപൊളി സ്പോട്ടാണ്. മീൻ എന്തായാലും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇവിടെ നമ്മൾ ഓറത്തിനെങ്കിലും പിടിക്കും. കാരണം ബ്രാലിന് നിൽക്കാൻ പറ്റിയത് പായലും പുല്ലും എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഓപ്പണും ഇല്ല. ഇവിടെ മീനുണ്ട്, ഉറപ്പായിട്ടും മീനുണ്ട് ഇവിടെ. ഓർണടിച്ച് നോവ ജൂനിയർ ഇട്ട് കഴിഞ്ഞാൽ മീൻ കിട്ടുമെന്ന് ഉറപ്പാണ്. കാരണം ഈ ഫ്രോഗ് അവിടെ മൊത്തം ഇളക്കി മറച്ച വരാം. അത്യാവശ്യം വലിയ ഫ്രോഗാണ്. ചീറ്റ ഫ്രോഗിനേക്കാളും കുറച്ചുകൂടെ വലിയ സൈസ് ആയതുകൊണ്ട് അവിടെ ഇളക്കി മറച്ചാണ് മൊത്തം വരുവുള്ളൂ. ഇത് ശരിക്കും എടുത്തട്ടാ, അണ്ണാക്കിലാണ്. അടിപൊളി സാധനം കേട്ടാ. നല്ല ഫ്രെയിമല്ലേ, അടിപൊളി ഫ്രെയിമല്ലേ. ഇത് നമ്മുടെ ബ്രാലും സ്റ്റാച്ചില്ലേ, സുവലും സ്നാപ്പോടും ഒരുമിച്ച് വന്നത്. ഇത് കണ്ടോ, ഓപ്പണായി കിടക്കാണ് ഇപ്പോൾ. കണ്ടോ, ഇത് നമുക്ക് ഫ്രോഗ് പോകാനും മീൻ മിസ്സാവാനും ചാൻസ് ഉണ്ട്. ഓക്കെ, പ്ലെയറിൻ്റെ ആവശ്യം വന്നില്ല. അടിപൊളി ബ്രാലട്ടാ. നമുക്ക് കിട്ടിയത് ഒരു രക്ഷയില്ല, നിറച്ച് പുല്ലിൻ്റെ ഇടയിലാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. ബ്രാല് ഏറ്റവും കുഴപ്പമില്ലാത്ത. നമുക്ക് അടുത്ത കാസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നെയ്ക്കടിനത്തിൽപ്പെട്ട ബ്രാലി ചേർമീനൊക്കെ ഇങ്ങനത്തെ സ്പോട്ടിൽ എന്തായാലും ഉണ്ടാവും. ഇവിടെയൊക്കെ മാക്സിമം നിന്ന് എറിയുക. ചിലപ്പോൾ ഇരുട്ടാവാൻ നേരത്തായിരിക്കും അടി കിട്ടണം, അടി വന്നത്. കാരണം അപ്പോഴാണ് ഉമ്മാർ കൂടുതലും എരി എടുക്കണത്. തവളയൊക്കെ ഓടണ ഇരുട്ടാകുമ്പോൾ നിങ്ങൾ ചൂണ്ടക്കും പറയാൻ പറ്റും. തവളയൊക്കെ ഒരു സന്ധ്യാസമയമാകുമ്പോൾ വെള്ളത്തിൻ്റെ കൂടെ കിടന്ന് ഓടും. അപ്പോഴാണ് ഏറ്റവും കൂടുതൽ അടിയും നമുക്ക് കിട്ടണത്. ഇപ്പോഴും ഇങ്ങനെ കിട്ടൂലെന്നല്ല, പക്ഷെ കൂടുതൽ കിട്ടണത് ആ ടൈമായിരിക്കും. ഫ്രോഗ് മീനിൻ്റെ വായിലിരിക്കും. ഈ ഫാസ്റ്റ് ആച്ച് ഇങ്ങോട്ടും പോരുകയും ചെയ്യും. ഫ്രോഗും പോവും, മീനും പോവും. അടിച്ചോ അടിച്ചിട്ടോ. പൈസ നോക്കി ഓളം വന്നത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കറക്റ്റ് കാണാം. ഒരു ഓളം എൻ്റെ ബാക്കിൽ കൂടെ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ ഫ്രോഗ് ഒന്നും ചെയ്യണ്ട, ചുമ്മാ ഒന്ന് നിർത്തി കൊടുത്തു മതി, അവനെടുത്തോളും. അവനെടുത്തിട്ട് പോയി. പൈസ ബ്രാലട്ടാ. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ സ്പോട്ടിൽ ബ്രാല് ചേർമീൻ എല്ലാം കാണും. ഇത് ഇങ്ങനെ പായൽ കയറി കിടക്കണം. പുല്ലിൻ്റെ സൈഡ് വലിപ്പം കണ്ട, അടിപൊളി സാധനം കേട്ടാ, അടിപൊളി സാധനം. ആദ്യത്തെ അത്യാവശ്യം വലുതായിരുന്നു, പക്ഷെ ഇത് വന്നപ്പോൾ സൈസ് വ്യത്യാസം കണ്ട. മറ്റേത് വെച്ച് ഇത് ചെറുതായി പോയിട്ടാ. അപ്പം രണ്ടാമത് കിട്ടിയതാ. അത്
നല്ല സൈസാണേ. ഫസ്റ്റത്തേനേക്കാളും സൈസ് ഉണ്ട്. ഇത് മുഴുത്ത ബ്രാലട്ടാ. മുഴുപ്പെന്ന് പറഞ്ഞാൽ നല്ല മുഴുത്ത ബ്രാലേ. എന്താ അടിപൊളി സാധനം. എന്നാൽ നിറച്ച് പുല്ലായത് കൊണ്ടേ ഇവിടുത്തെ പുല്ലൊക്കെ പറിച്ചിളഞ്ഞിട്ടാണ് മീനെ കാണിക്കണത്. സൈസ് ബ്രാലട്ടാ. എങ്ങനെ പോയാലും 1 കിലോ ഉണ്ടാവും. സൈസ് ബ്രാലേ. യൂസ് ചെയ്യണ ആ ഫ്രോഗ് തന്നെ കേട്ടാ. ഏതാ നമ്മുടെ നോവ ജൂനിയറാണ്. വയലത്തെ നോവ ജൂനിയറാണ് ഫ്രോഗ്. ഇങ്ങനത്തെ സ്പോട്ടിൽ എന്തായാലും നമുക്ക് 100% ഉറപ്പാണ് മീനുണ്ടാവും. പിന്നെ പായൽ മൂടി കിടക്കണേ കൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഫ്രോഗ് ഇട്ട് കഴിഞ്ഞാൽ വെള്ളത്തിലധികം ഇളക്കം ഉണ്ടാവില്ല. അപ്പോൾ അത്യാവശ്യം വലിയ ഫ്രോഗ് ഇട്ട് വലിക്കും. അപ്പോൾ മീൻ സ്പോട്ട് ചെയ്യും, പെട്ടെന്ന് സ്പോട്ട് ചെയ്യും. പടി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. കണ്ട ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു 2 ഏറ് എറിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അടുത്തവനെ കിട്ടി. ബാറ്ററി കുത്തിയിടാൻ മറന്നു, അതുകൊണ്ട് കുറവായിരിക്കും. അതിലും കൊള്ളാം. ഇന്നിറങ്ങിയിട്ട് അടിപൊളി. നമുക്ക് കൊല്ലിയിലാക്കിയിട്ട് കാസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യാമറയുടെ ചാർജും തീർന്നു. പിന്നെ വേറെ അടിയൊന്നും കിട്ടിയില്ല കേട്ടോ. നമ്മൾ പയ്യനെ ഇറങ്ങാം കേട്ടോ. ഇരുട്ടായി തുടങ്ങി. ഇപ്പോൾ കയറാണ്. നമുക്ക് ആ കിട്ടിയ 2 തന്നെ ഉള്ളൂ. കാണിച്ചു തരാം. നമുക്ക് ആ കിട്ടിയ 2 തന്നെ ഉള്ളൂ കേട്ടോ. മൊത്തം 3 സ്ട്രൈക്ക് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ വന്നപ്പോൾ തന്നെ 1 കിട്ടിയായിരുന്നു. ക്യാമറയിൽ സെറ്റ് ചെയ്യണതിന് മുമ്പ് നല്ല അടിയായിരുന്നു. അത് മിസ്സായി. നമുക്ക് ആ പാലത്തിൻ്റെ അവിടെ തന്നെയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കട്ടെ എല്ലാവരും. കാരണം നമുക്ക് വ്യൂസ് കാരണം വെച്ചാൽ ലൈക്ക് ഒട്ടുമില്ല. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, വേറെ ഒന്നും വിചാരിക്കരുത്. കിട്ടിയ 2 മുതലിട്ട്. കാരണം ഇവിടെ ചേർന്നൊക്കെ കിട്ടൽ എനിക്ക് കിട്ടൽ കുറവാണ്. ബാക്കിയുള്ളവർക്ക് കിട്ടണമെന്ന് അറിഞ്ഞൂടാ. നമുക്കെപ്പോഴും ബ്രാല് തന്നെയാണ് ഏറ്റവും കൂടുതൽ കിട്ടാറ്. യൂസ് ചെയ്യണത് നോവ ജൂനിയർ, സീസർ, മെഗാക്കൂട, ചെയറോ, ഹവാസ് സിംബാദാട്ട ലൈന്. കുറേ നാളായി ഇപ്പോൾ ഈ ലൈൻ തന്നെ യൂസ് ചെയ്യണത്. ഒന്ന് ഇവനാണ് സൈസ്. ഇത് 2 കൂടെ 1,400. ദൈവമേ, അടിയുണ്ടല്ലോ. അടുത്തുനിന്ന് അറിഞ്ഞിട്ടാ ഒരാൾ പറന്ന് ഇങ്ങോട്ട് പോകുന്നു. പക്ഷെ അതെ ആ ചെറിയ ടൈം കൊണ്ട് തന്നെ ആ സാധനം വിഴുങ്ങിയിട്ടാ. ഹുക്കടിച്ച് വിഴുങ്ങിയാർന്ന്. കണ്ട ഹുക്കണ്ണാക്കില്ല. അടിച്ചപ്പം തന്നെ ഞാൻ പൊക്കോം ചെയ്ത്. ഫ്രോഗ് മാറ്റാൻ നേരമായി. നോവ ജൂനിയർ ആട്ടോണ. നോവ ജൂനിയർ പിടിക്കടാ. കഴിഞ്ഞ മീനടിച്ചപ്പോൾ ഇവിടെ നിന്ന് ഇതിൻ്റെ വെയിറ്റ് പോയായിരുന്നു. ഇപ്പോൾ വേറൊരു ഫ്രോഗിൻ്റെ വെയിറ്റ് എടുത്തിട്ടേക്കണം. ഇതിനകത്ത് മീൻ കയറും. പറഞ്ഞ തീരല്ല ദേവന്നടി. റോഡ് കാണണ്ട. ബ്രാഹലാണേ. പറഞ്ഞു തീർന്നില്ല. ഇതിനകത്ത് മീൻ കയറുമെന്ന് പറയല്ല. ദേ വന്നിട്ടടി. ഇത് നമ്മുടെ നോവ ജൂനിയറേ 2 ഹുക്ക് നല്ല അടിപൊളിയായിട്ട് കയറിയിട്ടുണ്ട്. പറഞ്ഞു തീരല്ല ദേവന്നടി. അടിപൊളി. ദേ 1 ഹുക്ക് പുറത്തു കൂടെയും 1 ഹുക്ക് അകത്തു കൂടെയും. എന്നാ ഹുക്കപ്പാന്ന് നോക്കി. കണ്ടാ, 1 ഹുക്ക് പുറത്തു കൂടെയും 1 ഹുക്ക് അകത്തു കൂടെ.